السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على سيدنا محمد وعلى آله وصحبه أجمعين. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم وجعلنا ممن يستمعون القول فيتبعون أحسنه. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, 5ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കേൾക്കുകയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും ബാല്യകാലവും ജീവിതത്തിൽ സംഭവിച്ച അസാധാരണ സംഭവങ്ങളുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 2 വിഷയങ്ങളാണ്. രണ്ടും ആധുനിക സമൂഹത്തിന് വലിയ പാഠങ്ങൾ നൽകുന്നതാണ്. ഇടയിലൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇലൽ ഹബീബ് എന്ന ഈ ക്ലാസ് ഫോക്കസ് ചെയ്യുന്നത് ചരിത്ര സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകലല്ല, മറിച്ച് പ്രവാചകരുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ ചരിത്രവും പറയുന്നതിനോടൊപ്പം തന്നെ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഗുണപാഠങ്ങളും കൂടി വിശദീകരിക്കുന്നുണ്ട്. ചരിത്ര പണ്ഡിതന്മാർ ഫിഖ്ഹു സീറയിൽ ചരിത്രം ചർച്ച ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മളും ചരിത്രത്തിലെ ഗുണപാഠങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ 2 പോയിന്റാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഹിൽഫുൽ ഫുളൂൽ എന്നറിയപ്പെടുന്ന പ്രവാചകർ പങ്കെടുത്ത അക്രമികൾക്കെതിരെയുള്ള കൂട്ടായ്മയുടെ രൂപീകരണം, ഇതാണ് 1ാമത്തെ വിഷയം. കഅബയുടെ പ്രാധാന്യവും പ്രവാചകർ അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തതുമാണ് 2ാമത്തെ വിഷയം. ആദ്യമായി ഹിൽഫുൽ ഫുളൂൽ എന്താണെന്ന് വിശദീകരിക്കാം. നിരപരാധികൾ അന്യായമായി ആക്രമിക്കപ്പെടുകയും ആളും അർത്ഥവും ചേർന്ന മേലാളന്മാർ അഹങ്കാരത്തോടെ തോന്നിയതെന്തും ചെയ്തു നടക്കുന്നതുമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. കഥയുടെ ചുരുക്കം ഇതാണ്. യമനിലെ സുബൈദി ഗോത്രത്തിൽപ്പെട്ട ഒരു കച്ചവടക്കാരൻ ബിസിനസ് ആവശ്യാർത്ഥം മക്കയിലെത്തി. അദ്ദേഹം മക്കയിലെ ബിസിനസ്സുകാരനായിരുന്ന ആസിം ഇബ്നു വായിലിന് പല സാധനങ്ങളും വിറ്റു. എന്നാൽ ആസിം ഇബ്നു വായിൽ കച്ചവട വസ്തുക്കളുടെ പണം യമനിക്ക് നൽകാൻ തയ്യാറായില്ല. ഇതിൽ പരദേശിയായ കച്ചവടക്കാരൻ വല്ലാതെ പ്രയാസപ്പെട്ടു. മക്കയിലെ പലരെയും സമീപിച്ച് തൻ്റെ ആവശ്യം പറഞ്ഞു. ആരും അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായില്ല. എല്ലാവരും കൈയൊഴിഞ്ഞു. ആസിം ഇബ്നു വായിലിന് തങ്ങളുടെ ഗോത്രത്തിലുള്ള സ്ഥാനം പരിഗണിച്ചായിരുന്നു ആരും അദ്ദേഹത്തെ സഹായിക്കാതിരുന്നത്. അവസാനം പ്രഭാത സമയത്ത് അദ്ദേഹം അഥവാ യമനി കച്ചവടക്കാരൻ അബൂ ഖുബൈസ് മലയുടെ മുകളിൽ കയറി അക്രമം ചെയ്തവർക്കെതിരെ ഒരു കവിത ആലപിച്ചു. ആ കവിതയിൽ അക്രമികൾക്കെതിരെ നിലപാടെടുക്കാത്ത മക്കക്കാരെ നിശിതമായി വിമർശിച്ചിരുന്നു. ഈ കവിത ശരിക്കും ഖുറൈശികളുടെ മനസ്സിൽ കൊണ്ടു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായിരുന്ന സുബൈർ ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിൽ മക്കയിലെ പ്രമുഖ ഗോത്ര നേതാക്കന്മാർ അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ എന്ന ഒരു പ്രമുഖ വ്യക്തിയുടെ വീട്ടിൽ യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ച് ഇനി മുതൽ മക്കയിൽ ആരും ആക്രമിക്കപ്പെടരുതെന്ന് പ്രതിജ്ഞയെടുത്തു. പ്രതിജ്ഞയ്ക്ക് ശേഷം ആസിം ഇബ്നു വായിലിന്റെ അടുത്തേക്ക് പോയി കച്ചവടക്കാരന്റെ പണം കൊടുക്കാൻ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം പണം നൽകുകയും ചെയ്തു. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ ഹിൽഫുൽ ഫുളൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമിതി പ്രഖ്യാപനത്തിൽ മുന്നിലുണ്ടായിരുന്നു. ഇത് പലപ്പോഴും മക്ക നിവാസികളിലെ പാവപ്പെട്ടവർക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കഥ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് നൽകുന്ന മെസ്സേജാണ്. പ്രവാചകരുടെ യുവത്വ കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. യുവാക്കൾക്ക് ഇതൊരു പാഠപുസ്തകമാണ്. സാമൂഹികമായ ഏത് സേവനത്തിനും മുന്നിൽ നിൽക്കാൻ ബാധ്യസ്ഥരായവരാണവർ. ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഷഹിദ്തു ഹിൽഫൽ മുത്തയ്യബീൻ മാ ഉമൂമതി, ഞാൻ എൻ്റെ എളാപ്പമാരോടൊപ്പം ഹിൽഫുൽ മുത്തയ്യബീൻ അഥവാ ഹിൽഫുൽ ഫുളൂലിൽ പങ്കെടുത്തു.
വഅന ഗുലാമുൻ ഫമാ ഉഹിബ്ബു അന്ന ലി ഹുംറൻ നഅമി വഅന്നി അൻകുസുഹു. ആ ഹിൽഫുൽ ഫുദൂലിൽ പങ്കെടുക്കുന്നത് അത്തരത്തിലുള്ള കരാർ പൂർത്തീകരിക്കുന്നതാണ് ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായിട്ടുള്ളത്. ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ അന്ന് വളരെ മൂല്യമേറിയ ഒരു വസ്തുവായിരുന്നു. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുന്നത് കാണാം: വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയിൽ പരസ്പരം സഹായിക്കാനും തിന്മയിൽ നിസ്സഹകരണം പ്രഖ്യാപിക്കാനുമാണ് ഈ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത്. ഈ സൂക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാവർത്തികമാക്കിയത്. ഈ വിഷയത്തിൽ അഥവാ സാമൂഹിക സേവനം എന്ന വിഷയത്തിൽ കേരളീയരായ നമ്മൾ ഒരുപാട് ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഒരുപാട് മുന്നിലുമാണ്. കേരളത്തിലെ മത, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകൾ ജാതി, മത, വർഗ, വർണ്ണ വൈജാത്യങ്ങൾക്ക് അതീതമായി മനുഷ്യരെ നന്മയിൽ സഹായിക്കാനായി ലാഭേച്ഛയില്ലാതെ മുന്നോട്ട് വരുന്നുണ്ട്. കേരളത്തിന്റെ പ്രകൃതി ദുരന്ത സംഭവങ്ങളിൽ നമ്മൾ അത് അനുഭവിച്ചറിഞ്ഞതും അതിൻ്റെ പേരിൽ ഉൾപ്പുളകം കൊണ്ടതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സൽപ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതൊക്കെ അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. നമ്മൾ നമ്മുടെ ആയുസ് പരമാവധി ദീനീ സേവനത്തിനായി ചെലവഴിക്കണം. മനുഷ്യരുടെ പ്രശ്ന പരിഹാരമാവണം നമ്മുടെ ഒന്നാമത്തെ അജണ്ട. അതാണ് യഥാർത്ഥ ദീനീ സേവനം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്: അൽ മുഅ്മിനുല്ലദി യുഖാലിതുൻ നാസ വയസ്ബിറു അലാ അദാഹും ഖൈറും മിനൽ മുഅ്മിനില്ലദി ലാ യുഖാലിതുൻ നാസ വലാ യസ്ബിറു അലാ അദാഹും. ഈ ഹദീസിൽ പറയുന്നത്, ജനങ്ങളുടെ പ്രശ്നവുമായി ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് അവരോടൊപ്പം ജീവിക്കുന്നതാണ് ഇതൊന്നും ചെയ്യാതെ മാറി നിൽക്കുന്നതിനേക്കാൾ നല്ലത്. ഇതാണ് നാം പഠിക്കേണ്ട പാഠങ്ങൾ. എപ്പോഴും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നേ നടന്നിരുന്നു. മറ്റൊരു ഉദാഹരണം പറയാം. ഒരിക്കലൊരു കച്ചവടക്കാരൻ തൻ്റെ കച്ചവട ചരക്കുകൾ വിൽക്കാനായി മക്കയിലെത്തി. മക്കയിലെ മറ്റൊരു പ്രമാണിയായിരുന്ന അബൂജഹിൽ പ്രസ്തുത വ്യാപാരിയുമായി ഒരു കച്ചവടക്കാരനും ഒരു ഇടപാടും നടത്തരുതെന്ന് വിലക്കേർപ്പെടുത്തി. താൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ സാധനങ്ങൾ വാങ്ങുക, അതും വളരെ കുറഞ്ഞ വിലക്ക്. ഇതായിരുന്നു അബൂജഹലിന്റെ വാദം. അബൂജഹലിന്റെ സ്വാധീനം കാരണം അഥവാ സ്വാധീനം വളരെ ശക്തമായിരുന്നതിനാൽ കച്ചവട ചരക്കുകൾക്ക് കൂടുതൽ വില പറയാൻ മറ്റൊരാളും ധൈര്യപ്പെട്ടില്ല. അനീതിക്കിരയായ ഈ കച്ചവടക്കാരൻ നേരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. പ്രവാചകർ ആ കച്ചവടത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ വിലക്ക് തന്നെ അദ്ദേഹത്തിന് 3 ഒട്ടകങ്ങളെ വാങ്ങി. അൻസാബുൽ അഷ്റാഫ് എന്ന വിശ്വപ്രസിദ്ധമായ പ്രവാചക ചരിത്ര ഗ്രന്ഥത്തിൽ ബാലാദൂരി ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ആ ഗ്രന്ഥത്തിൽ നമുക്കിത് വായിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രവാചകത്വത്തിന് ശേഷമുള്ള സമാനമായ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം കൂടി സൂചിപ്പിച്ച് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അബൂജഹിൽ അറാഷ് ഗോത്രത്തിൽപ്പെട്ട ഒരാളോട് എന്തോ ചില സാധനങ്ങൾ വാങ്ങി. പക്ഷെ പറഞ്ഞുറപ്പിച്ച പണം നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. മറ്റൊരു മാർഗവുമില്ലാതെ വന്നപ്പോൾ ഈ കച്ചവടക്കാരൻ കഅബാലയത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങി. ഈ അറാഷ് ഗോത്രക്കാരനെ ഒന്ന് തമാശയാക്കാനായി അവിടെ ഉണ്ടായിരുന്ന ചിലര് അദ്ദേഹത്തോട് പറഞ്ഞു: ജാലിസ്, ആ ഇരിക്കുന്ന മനുഷ്യനെ നിങ്ങൾ കാണുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിയായിരുന്നു അങ്ങനെ പറഞ്ഞത്. ഇൻതലിഖ് ഇലൈഹി, അദ്ദേഹത്തിന്റെ പക്കലേക്ക് പോയിക്കോളൂ. യഖുദു ലക ബിഹഖിക്, അദ്ദേഹം താങ്കൾക്ക് എന്താണ് അബൂജഹലിൽ നിന്ന് ലഭിക്കാനുള്ളത് അത് വാങ്ങിത്തരും. ഇത് ശരിക്കും അദ്ദേഹത്തെ തമാശാക്കാനായി, കളിയാക്കാനായി വെറുതെ പറഞ്ഞായിരുന്നു. പക്ഷേ ആ വന്ന അറാഷി കച്ചവടക്കാരന് ഇത് വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത് എന്നാണ് വിചാരിച്ചത്. അങ്ങനെ അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ച് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. ഇത് കേട്ട ഉടൻ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് അറാഷിയെയും കൂട്ടി അബൂജഹലിന്റെ അടുത്തേക്ക് പോയി. അബൂജഹൽ വന്ന വിവരം എന്തിനാണ് വന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള മുഴുവൻ അവകാശവും കൊടുക്കണമെന്ന് പറയുകയും അദ്ദേഹം പെട്ടെന്ന് തന്നെ അത് കൊടുക്കുകയും ചെയ്തു. ഈ ചരിത്രവും പ്രമുഖമായ പല പ്രവാചക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും.
ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദാസമയവും ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് ജനങ്ങളോടൊപ്പമായിരുന്നു ജീവിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. അത് കഅബയുടെ പുനർനിർമ്മാണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 35-ാം വയസ്സിലാണ് കഅബയുടെ പുനർനിർമ്മാണം നടക്കുന്നത്. ഇസ്ലാമിന് മുമ്പ് തന്നെ കഅബ മക്ക നിവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ഗേഹമായിരുന്നു. 2-ാമത്തെ ക്ലാസ്സിൽ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ ഒരു ഭാഗം വായിച്ചിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിന്മുറക്കാരാണ് മക്ക നിവാസികൾ. അവരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന മതത്തിന്റെ അഥവാ തനതായ ഇസ്ലാമിന്റെ തിരുശേഷിപ്പുകൾ ഉണ്ടായിരുന്നു. ലളിതമായി പറഞ്ഞാൽ തങ്ങളുടെ പിതാമഹനായ ഇബ്രാഹിം നബിയുടെ മതത്തിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി അതിനെ അലങ്കോലമാക്കുകയാണ് അന്നത്തെ അറബികൾ ചെയ്തത്. തവാഫ് ചെയ്യും, പക്ഷെ വസ്ത്രം ധരിക്കാതാണ് തവാഫ് ചെയ്യുക. കാരണം പാപം ചെയ്ത വസ്ത്രം ധരിച്ച് തവാഫ് ചെയ്യാൻ പാടില്ലെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇതാണ് അവസ്ഥ. കഅബയോട് അവർക്ക് വളരെ വലിയ ആദരവും സ്നേഹവുമായിരുന്നുവെന്ന് സൂചിപ്പിച്ചല്ലോ. കഅബയോടുള്ള അവരുടെ സ്നേഹം കൂടുതൽ ഊട്ടിയുറപ്പിച്ച മറ്റൊരു സംഭവമായിരുന്നു ആനക്കലഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് നടന്ന ഒരു മഹാസംഭവമായിരുന്നു അത്. എന്താണ് ആനക്കലഹം? മക്കയിൽ ഹജ്ജ് ചെയ്യാനായി വിദൂരദേശത്ത് നിന്ന് പോലും ജനങ്ങൾ വന്നിരുന്നു. ഒരിക്കൽ യമനിലെ അബ്രഹത്ത് എന്നു പേരുള്ള രാജാവ് ഇത് കണ്ട് സെന്നായിൽ വലിയൊരു ഗേഹം പണിതു. ഉല്ലൈസ് എന്നായിരുന്നു ആ ഗേഹത്തിന്റെ പേര്. എല്ലാവരും അവിടേക്ക് ഹജ്ജിന് വരാനായി അദ്ദേഹം താല്പര്യപ്പെട്ടു. പക്ഷെ ആരും അവിടേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. കാരണം ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. അല്ലാഹുവിനെ ആരാധിക്കാനായി ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് കഅബ. അതിന് പകരം വെക്കാൻ ആർക്കും ഒന്നും നിർമ്മിച്ചാലാവില്ല. ആരെന്ത് നിർമ്മിച്ചാലും അതിന് പകരമാവില്ല. അതിനിടയിൽ ഒരു അറബി വന്ന് ആ അബ്രഹത്ത് എന്ന രാജാവ് നിർമ്മിച്ച ഗേഹം വൃത്തികേടാക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ചുരുക്കത്തിൽ ആളുകൾ അങ്ങോട്ട് വരാതാവുകയും അറബി ആ ഭവനം വൃത്തികേടാക്കുകയും ചെയ്തപ്പോൾ കലി പൂണ്ട അബ്രഹത്ത് മക്കയിലേക്ക് കഅബ പൊളിക്കാനായി ഒരു പട നയിച്ചു. അവരുടെ സൈന്യത്തിൽ ഒന്നോ ഒന്നിൽ കൂടുതലോ ആനകളുണ്ടായിരുന്നു. ഇടയിൽ വെച്ച് പല അറബി ഗോത്രങ്ങളും അവരെ തടയാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും വിജയം കണ്ടില്ല. അവസാനം അവർ മക്കക്കടുത്തുള്ള മുഹമ്മസ് എന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ വെച്ച് അബ്ദുൽ മുത്തലിബിനോട് വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് ആയിരുന്നു അന്ന് കഅബയുടെ സംരക്ഷകൻ. എല്ലാം കേട്ട ശേഷം അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ വരുന്ന വഴിയിൽ എൻ്റെ 200 ഒട്ടകത്തെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് തിരിച്ചു തരണം. ഇത് കേട്ട് അബ്രഹത്ത് വല്ലാതെ ആശ്ചര്യപ്പെട്ടു പോയി. അബ്രഹത്ത് അത് തുറന്നു ചോദിക്കുകയും ചെയ്തു. കാരണം ഞാൻ വന്നിരിക്കുന്നത് കഅബ പൊളിക്കാനാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും പറയാതെ നിങ്ങളുടെ ഒട്ടകത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത്? അതിന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ മറുപടി അങ്ങേയറ്റം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നി അന റബ്ബുൽ ലിബിൽ വ ഇന്ന ലിൽ ബൈതി റബ്ബൻ സയംനഉഹു. ഞാൻ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാണ്. കഅബക്ക് മറ്റൊരു ഉടമസ്ഥനുണ്ട്, അതിനെ അവൻ സംരക്ഷിച്ചുകൊള്ളും. അബ്ദുൽ മുത്തലിബിന്റെ ഈ ഒരു വാചകം നമ്മെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ ദീനിന്റെ പേരിൽ ടെൻഷൻ അടിക്കരുത്. അള്ളാഹുവിൻ്റെ ദീനിനെ അവൻ സംരക്ഷിച്ചോളും. നമ്മൾ നോക്കേണ്ടത് നമ്മൾ ആ സംരക്ഷണത്തിന്റെ ഭാഗമാകുന്നോ എന്ന് മാത്രമാണ്. നമ്മൾ മുഖേനയാണ് അള്ളാഹുവിൻ്റെ ദീന് സംരക്ഷിക്കപ്പെടുന്നതെങ്കിൽ നമ്മൾ വിജയിച്ചവരായി. ദീനിനെ സംരക്ഷിക്കാൻ, ഇസ്ലാം മതത്തെ സംരക്ഷിക്കാൻ അള്ളാഹു തന്നെ മതി. വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഇത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. അള്ളാഹു അവന്റെ ദീനിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ആരൊക്കെ ഇസ്ലാമിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും അത് വ്യർത്ഥമായ ശ്രമം മാത്രമാണ്. നമുക്ക് ഏതായാലും നമ്മുടെ കഥയിലേക്ക് വരാം. അബ്രഹത്ത് സൈന്യവുമായി കഅബക്ക് നേരെ നീങ്ങാൻ ശ്രമിച്ചു. പക്ഷേ താൻ വന്ന ആന കഅബക്ക് നേരെ നീങ്ങുന്നേയില്ല. വേറെ ഏത് ഭാഗത്തേക്ക് തിരിച്ചാലും അങ്ങോട്ട് പോവുകയും ചെയ്യും. അവസാനം അബാബീൽ എന്ന പേരുള്ള പക്ഷികൾ വന്നു. അവയുടെ കാലുകളിലും ചുണ്ടുകളിലും ചുട്ടുപഴുത്ത കല്ലുകളായിരുന്നു. അത് അബ്രഹത്തിന്റെയും സൈന്യത്തിന്റെയും മേലേക്കെറിഞ്ഞു. അവർ വിരണ്ടോടി. ഇതാണ് സൂറത്തുൽ ഫീലിൽ പറയുന്ന അബാബീൽ പക്ഷികൾ. ഈ സംഭവം നടന്ന വർഷം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. പ്രവാചകരുടെ സമകാലികരിൽ പലരും ഇതിന് ദൃക്സാക്ഷികളാണ്. അവർക്കത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. പ്രസ്തുത സംഭവത്തിന് ശേഷം കഅബയോട് അവർക്ക് എന്തെന്നില്ലാത്ത ബഹുമാനമായിരുന്നു.
കാരണം കഅബ തകർക്കാൻ വന്ന അബ്രഹത്തിനെ അള്ളാഹു നശിപ്പിക്കുന്ന അവർ കണ്ണുകൊണ്ട് കണ്ടതാണ്. അള്ളാഹുവിൻ്റെ പക്കൽ കഅബക്കുള്ള മഹത്വമാണ് ഇത് വിളിച്ചോതുന്നത്. അള്ളാഹു നമ്മൾക്കൊക്കെ അവിടെ സന്ദർശിക്കാനും ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രവാചകരുടെ ആഗമനത്തിന് മുമ്പ് നടന്ന ഒരു വെള്ളപ്പൊക്കത്തിൽ കഅബ നശിപ്പിക്കപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ അത് പുനർനിർമ്മിക്കേണ്ടി വന്നു. അതിന് പണം വേണം. അവർ പണം സ്വരൂപിക്കാൻ തുടങ്ങി. കഅബയുടെ പുനർനിർമ്മാണത്തിൽ അവർ നല്ല പണമല്ലാത്തതൊന്നും സംഘടിപ്പിച്ചിരുന്നില്ല. പലിശയിൽ നിന്നുള്ള പണം ഉണ്ടാവരുതെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ അക്രമത്തിലൂടെ സമ്പാദിച്ച പണവും അതിലുണ്ടാവാൻ പാടില്ലെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. ഇതൊക്കെ അവർ മുന്നോട്ട് വെച്ച നിബന്ധനകളായിരുന്നു. അങ്ങനെ സ്വരൂപിച്ച് കിട്ടിയ പണം കൊണ്ട് അവർ കഅബ പുനർനിർമ്മിച്ചു. പക്ഷേ പണി പൂർത്തീകരിക്കാൻ അവരുടെ പക്കൽ ശുദ്ധമായ പണം ഉണ്ടായിരുന്നില്ല. അഥവാ ഹിജർ ഇസ്മായിൽ പകുതി നിർമ്മിച്ചപ്പോഴേക്കും അവരുടെ പണം തീർന്നു. ഈ നിബന്ധനകളൊത്ത പണമൊക്കെ തീർന്നു പോയി. ഈ ക്ലാസ് കേൾക്കുന്നവരിൽ ആരൊക്കെ ഉംറക്ക് പോയിട്ടുണ്ടാകുമെന്നറിയില്ല. ഏതായാലും ഉംറക്ക് പോയവർക്കൊക്കെ അറിയാം, പകുതി എടുപ്പുള്ള ഒരു നിർമ്മിതിയാണ് ഹിജർ ഇസ്മായിൽ. അതും കഅബയുടെ ഭാഗം തന്നെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഅബ പോലെ മുഴുവനായും നിർമ്മിക്കാൻ അവരുടെ പക്കൽ ധനം തികഞ്ഞിരുന്നില്ല. അവർക്ക് കഅബയോട് എത്രത്തോളം ബഹുമാനമുണ്ടായിരുന്നു വെച്ചാൽ കഅബ പുനർനിർമ്മിക്കാനായി പൊളിക്കാൻ പോലും അവർ ധൈര്യപ്പെട്ടിട്ടില്ല. കാരണം അത് പൊളിച്ചാൽ ദൈവകോപം ഉണ്ടാകുമെന്ന് അവർ ഭയപ്പെട്ടു. അവസാനം വലീദ് ഇബ്നു മുഗീറയാണ് അത് പൊളിക്കാനായി മുന്നോട്ട് വന്നത്. അദ്ദേഹം പറഞ്ഞു, അന അബ്ദഉകും ഫീ ഹദ്മിഹ, ഞാൻ ഈ കഅബ പൊളിച്ചു തുടങ്ങാം. അങ്ങനെ അല്ലാഹുമ്മ ലാ നുരീദു ഇല്ലൽ ഖൈർ, അള്ളാഹുവെ നല്ലതല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ കഅബ പൊളിച്ചു തുടങ്ങിയത്. പൊളിച്ചു തുടങ്ങിയ ശേഷവും ഒരു ദിവസം അവർ കാത്തിരുന്നു. എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന ആശങ്കയിലായിരുന്നു അവർ അങ്ങനെ കാത്തിരുന്നത്. ആപത്തൊന്നും വരില്ലെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് അവർ പണി തുടർന്നത്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പങ്കെടുത്തിരുന്നു. ഇവിടെ ഏറ്റവും പരാമർശ വിധേയമായിട്ടുള്ള മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. കഅബ പുനർനിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ഹജറുൽ അസ്വദ് തൽസ്ഥാനത്ത് ആര് വെക്കുമെന്ന തർക്കമുണ്ടായി. 4 ദിവസത്തോളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പ്രകാരം 4 ദിവസത്തോളം അവർ തർക്കിച്ചിരുന്നിരുന്നു. പ്രസ്തുത തർക്കം യുദ്ധത്തിന്റെ വക്കിലെത്തി. ആ തർക്കത്തിന് പരിഹാരം കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അബൂ ഉമയ്യത്തുൽ മുഗീറ എന്ന നേതാവ് ഈ ഒരു തർക്കം നടക്കുന്ന സന്ദർഭത്തിൽ വിളിച്ചു പറഞ്ഞു, ഇജ്അലൂ ബൈനകും ഫീമാ തഖ്തലിഫൂന ഫീഹി അവ്വല മൻ യദ്ഖുലു ഫീ ബാബിൽ മസ്ജിദ്. ഇവിടേക്ക് ആദ്യമായി കടന്നു വരുന്ന ആളെ ഈ തർക്ക പരിഹാരത്തിനായി നമുക്ക് നിയോഗിക്കാം. എല്ലാവരും അത് സമ്മതിച്ചു. അങ്ങനെ അവർ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായി അവിടേക്ക് കടന്നു വന്നത് പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഇത് കണ്ടവർക്ക് പെരുത്തിഷ്ടായി. കാരണം അവരുടെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു തർക്ക പരിഹാരത്തിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തി തന്നെയാണ് അവരിലേക്ക് കടന്നു വന്നത്. അങ്ങനെ പ്രവാചകർ പ്രശ്ന പരിഹാരത്തിനായി തുനിഞ്ഞു. ആദ്യം തന്നെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹലുമ്മു സൗബൻ, നിങ്ങളൊരു വസ്ത്രം കൊണ്ടുവരും. അങ്ങനെ അവർ വസ്ത്രം കൊണ്ടുവന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദ് വെച്ചു. അങ്ങനെ എല്ലാവരും കൂടി ആ വസ്ത്രമെടുത്ത് ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥലത്തേക്ക് പോവുകയും അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെടുത്ത് തലസ്ഥാനത്ത് വെക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്ന വലിയൊരു പ്രശ്നത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉചിതമായ പരിഹാരം കണ്ടെത്തി. ഇൻഷാ അള്ളാഹ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ഈ കേട്ടതും പറഞ്ഞതൊക്കെ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ നമുക്ക് പ്രവാചകരുടെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുമായുള്ള കല്യാണ വിശേഷങ്ങൾ ചർച്ച ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.